ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ലഭിച്ചതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം തുടർ നടപടികൾ ഊർജിതമാക്കി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ 56 പേരെയും പ്രത്യേക അന്വേഷണ സംഘം SIT ബന്ധപ്പെട്ടു തുടങ്ങി. 4 സംഘങ്ങളായി തിരിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ മൊഴി നൽകിയവരെ ഒക്കെ കാണാനാണ് തീരുമാനം. ഇതിൻ്റെയൊക്കെ വിശദാംശവുമായി തിയോഫിൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. തിയോഫിൻ, എന്തൊക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇനിയുള്ള നീക്കങ്ങൾ? ഇത് ഇനിയുള്ള ഓരോ പടിയും വളരെ നിർണായകമാണ്. അജിംഷാദ്, തീർച്ചയായും ഇനിയുള്ള ഇനി നടത്താനുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു കാരണം കൂടിയുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SITയുടെ അന്വേഷണ പരിധിയിലേക്ക് ഉൾപ്പെടുത്തണമെന്ന കോടതി നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ട് പൂർണ്ണമായും SITക്ക് കൈമാറണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ച സാംസ്കാരിക വകുപ്പ് അധികൃതർ ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണമായ പകർപ്പ്, ഇതിൻ്റെ തെളിവുകൾ, ഓഡിയോ ക്ലിപ്പിങ്ങുകൾ അടക്കമുള്ള ആവശ്യമായ രേഖകളെല്ലാം ഉൾപ്പെടുത്തി പൂർണ്ണമായ റിപ്പോർട്ട് കൈമാറിയത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് SIT ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വളരെ വേഗത്തിലാക്കിയിരിക്കുന്നത്. കാരണം ഇനി വേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. WCC അംഗങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം കൊണ്ടിട്ട് തങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കണം. കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് SITയുടെ അന്വേഷണ പരിധിയിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ നേരത്തെ രഹസ്യമായി തന്നെ മൊഴി കൊടുത്ത നിരവധി പേരുണ്ട്. ഇവരെല്ലാം കാണുകയും ഇത് ആരെല്ലാമാണ് മൊഴി നൽകിയത് എന്ന കാര്യം പുറത്തറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ പലർക്കും ഇതിനകത്ത് സ്വകാര്യത സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. പുറത്തറിയാൻ ആഗ്രഹിക്കാത്തവരുണ്ട്. എന്നാൽ ഈ 56 പേരുമായും അന്വേഷണ സംഘം ബന്ധപ്പെടും. ഇത് 10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ നടപടി പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. അതിനുവേണ്ടി തന്നെ DIG അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 4 സംഘങ്ങളായി ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് കമ്മീഷനെ നേരിട്ട് കണ്ട് മൊഴി നൽകിയവരെ ബന്ധപ്പെട്ട അവരുടെ മൊഴി, അതായത് അവരിൽ നിന്നും ആവശ്യമായ മറ്റു വിവരങ്ങളെല്ലാം ശേഖരിക്കാനാണ്. ഇതിന് SIT സ്വീകരിക്കുന്ന ഒരു നടപടി ഔദ്യോഗിക വേഷത്തിൽ ചെന്ന് ആരെയും കാണുന്നില്ല. ഇവരുമായി ബന്ധപ്പെടുന്നു. ഈ മൊഴി നൽകി തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ, അതായത് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്ത് തുടർ അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനമുള്ളത്. എന്തായാലും എല്ലാവരെയും നേരിട്ട് കാണാനുള്ള ഒരു ശ്രമത്തിലാണ് SIT. ഓരോരുത്തരെയായി ബന്ധപ്പെട്ട് തുടങ്ങി ഇവരെ വിളിച്ച് അവർക്ക് എവിടെയാണ് അവരുടെ സൗകര്യം, അവർക്ക് ഈ അന്വേഷണ സംഘത്തിലെ അംഗങ്ങളുമായി സംസാരിക്കാൻ സൗകര്യം എന്നത് അറിഞ്ഞ് അവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് യൂണിഫോം ഇല്ലാതെ മഫ്തി വേഷത്തിൽ തന്നെ ചെന്ന ഈ അംഗങ്ങൾ, പ്രധാനമായും വനിതാ അംഗങ്ങൾ തന്നെയാണ് കൂടുതൽ പേരെയും കാണുക. ഈ മൊഴി നൽകിയ വനിതാ അംഗങ്ങളെ കണ്ട് അവർക്കറിയേണ്ട കാര്യങ്ങൾ, അവർക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം അവരിൽ നിന്ന് സ്വീകരിച്ച ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത അന്വേഷണം തുടരാനുള്ള ഒരു തീരുമാനമാണ്. എന്നാൽ ഇത് മുതിർന്നവരുടെ കാര്യത്തിലാണ്. ഇതല്ലാതെ ചില ഇതിനുള്ളിൽ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന വകുപ്പുകളുണ്ട്. പക്ഷേ ഇതിനകത്ത് തിയോഫിൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പല നിർണായകമായ ദിശാസന്ധികളുമുണ്ട്. കാരണം ഇതിലൊരുപാട് പരിമിതികളുണ്ട്. നമ്മൾ ഒരു ചായക്കട വർത്തമാനത്തിൻ്റെ നിരുത്തരവാദിത്തത്തിൽ ഈ കാര്യങ്ങളെ കാണാനാകില്ല. ഇതിന് കുറേ കൂടി സമഗ്രമായ നിയമപരിരക്ഷയും അടക്കം കൈകാര്യം ചെയ്യേണ്ട ഘട്ടമാണ്. അതാണ് ഒരുപക്ഷെ കോടതിയിൽ നിന്നുള്ള പച്ചക്കൊടി ഇതിന് സൂചകമാകുന്നത്. പക്ഷേ വലിയ ശ്രമമാണ് സർക്കാരിൻ്റെയും സംവിധാനങ്ങളുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നുള്ളതാണ്. കാരണം ഇതിലെ അനീതികൾ പുറത്തു കൊണ്ടുവരികയും ഇതിൽ അക്രമം കാട്ടിയവരെ നീതിപീഠത്തിലേക്ക് എത്തിക്കുകയും അല്ലെങ്കിൽ നീതിക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ അനീതി ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം അതാണ് ഇതിൽ ഏറ്റവും കാണേണ്ട ഒന്നാമത്തെ എഫേർട്ട് എന്ന് പറയുന്നത്. ഈ അന്വേഷണ സംഘം പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരിക്കും ഈ പരാതിക്കാർക്ക് ഒരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം, എന്നാൽ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ചികഞ്ഞെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതാണ് ഈ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് തിയോഫിൻ, അല്ലേ? തീർച്ചയായും അജിംഷാദ്, അത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു തുടർ നടപടികളാണ് SIT ഇനി മുന്നോട്ട് പോകുന്നത്. കാരണം ഇതുവരെയുള്ള SITയുടെ ഔദ്യോഗികമായ അന്വേഷണങ്ങൾ നേരത്തെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുണ്ടായ പരാതികളാണ് SITയുടെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നത്. ഈ ഹേമ കമ്മീഷന് മുന്നിലെത്തി മൊഴി നൽകിയവരെ
അല്ലെങ്കിൽ അവർ നൽകിയ മൊഴികളുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണം ഈ SITയുടെ പരിധിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് കോടതി നിർദ്ദേശപ്രകാരമാണ് SITയോട് അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിനോട് ഈ റിപ്പോർട്ട് SITക്ക് പൂർണ്ണമായി തന്നെ കൈമാറാൻ നിർദ്ദേശം നൽകിയതും ഇതുകൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കമ്മീഷന് അല്ലെങ്കിൽ ഹേമ കമ്മീഷന് മുന്നിലെത്തി മൊഴി നൽകിയ 56 പേരെയും നേരിട്ട് തന്നെ കാണാനായിട്ടുള്ള ശ്രമം SIT ആരംഭിച്ചത്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോക്സോ കേസുകൾ ഉൾപ്പെടുന്നത് SIT ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, അതായത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസെടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തും. പക്ഷേ ഒരുപാട് പേർ തങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്ന് നേരത്തെ തന്നെ ഹേമ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ ഒരു ആവശ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴും ഈ വനിത WCC അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. തങ്ങളുടെ സ്വകാര്യത, ഒട്ടേറെ പേരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് വിവരങ്ങളെല്ലാം കമ്മീഷനോട് പറഞ്ഞെങ്കിലും ഇത്തരത്തിലൊരു പ്രത്യക്ഷത്തിൽ തങ്ങൾക്ക് പരാതിയുണ്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ തങ്ങളുടെ സ്വകാര്യത അല്ലെങ്കിൽ തങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത നിരവധി പേരുണ്ട്. അത്തരത്തിൽ അങ്ങനെയുള്ളവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവർ സഹകരിക്കാൻ തയ്യാറാണ്. എന്നാൽ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത ചിലരും ഉണ്ട്. അതുകൂടി വ്യക്തമായി അറിഞ്ഞ ശേഷമാണ് ഇതിൽ മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി കേസെടുത്ത അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് SITയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഈ വരുന്ന 10 ദിവസത്തിനുള്ളിൽ തന്നെ അതായത് പരമാവധി കഴിയുമെങ്കിൽ എല്ലാവരെയും 56 പേരെയും തന്നെ നേരിട്ട് കണ്ട് സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.